ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഈ ഒരു ഹാൻഡ് സ്യൂയിങ് മെഷീനെ കുറിച്ചുള്ളതാണ്. ഇത് അക്കിയാര എന്ന ബ്രാൻഡിൻ്റെ ഹാൻഡ് ഹെൽഡ് സ്യൂയിങ് മെഷീനാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 730 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്താൽ അതിലൊരു അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ആക്സസറി കിറ്റുണ്ട്, പിന്നെ ഇതാ ഈ സ്യൂയിങ് മെഷീനാണുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു കാറ്റലോഗും ഉണ്ട്. ഈ കാറ്റലോഗിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആക്സസറി കിറ്റിലുള്ളത് 2 ബോബിനുണ്ട്, അതുപോലെ നൂല് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോളും, പിന്നെ നീഡിൽ ത്രെഡറും, അതുപോലെ ഒരു എക്സ്ട്രാ നീഡിലാണുള്ളത്. ഒരു സ്പേസിലേക്കാണ് നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇത് ബാറ്ററി വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന സ്പേസിൽ ബാറ്ററി ഇട്ടിട്ട് ബാറ്ററിയിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലെങ്ങനെയാണ് നൂലിടുന്നത് നോക്കാം. ഈ പ്ലേസിലാണ് നമ്മൾ ബോബിന് വെക്കുന്നത്. എന്നിട്ട് നൂലെടുത്തിട്ട് ഈ മേലെ കാണുന്ന ഈ ഒരു ഹോളിലൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ടെൻഷനിലൂടെ നൂല് ചുറ്റി ഇറക്കിയിട്ട് ഇതിൻ്റെ താഴെ നീഡിലിൻ്റെ മേൽവശത്തായിട്ടൊരു ഹോൾ കൂടെ ഉണ്ട്. ആ ഹോളിലൂടെയും നൂലിട്ടതിന് ശേഷം ഈ നീഡിൽ ത്രെഡർ ഉപയോഗിച്ചിട്ട് നീഡിലൂടെ നമുക്ക് നൂല് കയറ്റിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ വീല്. ഈ വീല് റോൾ ചെയ്താൽ ഈ സൂചി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ഇതുപോലെ. ഈ സൂചിയുടെ താഴെ കാണുന്ന ഈ ഒരു പ്ലേറ്റ് പൊക്കിയിട്ടാണ് അതിന് താഴെ തുണി വെച്ച് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടണ്. ഈ പവർ ബട്ടൺ ലോക്ക് ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിലെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം ഈ സൂചിയുടെ താഴെയുള്ള ഈ പ്ലേറ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം തുണി താഴെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പവർ ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ കാറ്റലോഗിൽ ഇവർ പറയുന്നത് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് അവസാനത്തിലെത്തുമ്പോൾ 2-3 ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നും, എന്നിട്ട് അതിൻ്റെ പിറകു വശത്തേക്ക് നൂല് പിറകു വശത്തേക്ക് എടുത്തിട്ട് അതവിടെ ലോക്ക് ചെയ്ത് ഒരു നോട്ടിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കണം എന്നാണ് ഇവർ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ മേലത്ത് നൂലിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ ഫുൾ സ്റ്റിച്ച് നമ്മൾ അടിച്ച് കംപ്ലീറ്റ് അഴിഞ്ഞ് പോരുന്നുണ്ട്. അത് ഞാൻ അവർ കാറ്റലോഗിൽ കാണിച്ചതുപോലെ ഇങ്ങനെ പുറകുവശത്തേക്ക് നൂലെടുത്തിട്ട് ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്ന് കടത്തി ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുത്തു. സ്റ്റിച്ച് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ വലിച്ചാലൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാനിതിൻ്റെ സ്റ്റിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മിഡിലുള്ള ഒരു സ്റ്റിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ വലിച്ചപ്പോൾ അപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജീൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതൊരു ലൂസ് സ്റ്റിച്ചായിട്ട് അതിൻ്റെ ബാക്കിൽ വന്നത്. അപ്പോൾ അതിന് ശേഷം ടെൻഷനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തു.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ടിയുള്ള തുണികളൊക്കെ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ വശങ്ങൾ മടക്കി എടുക്കുമ്പോൾ അത്ര കട്ടിയൊന്നും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനൊരു ക്രേപ്പിന് ക്ലോത്ത് എടുത്തത് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ സ്റ്റിച്ചെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ചെറിയ ക്രാഫ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹെയർ ആക്സസറീസ് അടിക്കുക, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് നല്ലതായിരിക്കും തോന്നുന്നു. അതുപോലെ ചെറിയ പാർട്ടൊക്കെ സ്റ്റിച്ച് വിട്ടതൊക്കെ ഒന്ന് അടിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാമെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ സ്യൂ ചെയ്യാൻ, ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. അവർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു.